കൊട്ടുമില്ല കുടവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാർത്തെല്ലാം ഒഴിച്ചു നീ നിൻ തിരുമൈ ചേർത്തു പുൽകുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഭജന, നന്ദഗോവിന്ദം ഭജന. അവരെ ഇപ്പോൾ ഒരു വിവാദത്തിൽ ആണല്ലോ, അവരെയൊക്കെ എയറിലേക്ക് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഇതുപോലുള്ള ഞാനിപ്പോൾ പാടിയതുപോലെയും ഇവർ പാടിയൊക്കെ കേൾക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ ഇവരിൽ നിന്ന് പാട്ട് കേട്ട് ആസ്വദിച്ചവരാണ് എല്ലാവരും. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. സംഗീതം എല്ലാവരും ആസ്വദിക്കുന്നവരാണ്. അവിടെ കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ ജാതിയെന്നോ മതമെന്നോ അതൊന്നും നോക്കാതെ തന്നെ സംഗീതം ഏത് പാട്ടായാലും അത് ഏത് മതത്തിൻ്റെ ആയാലും എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും, ആസ്വദിക്കുകയും ചെയ്യും. അതാണല്ലോ സംഗീതം. അപ്പോഴും ഇതുപോലെ നല്ല രീതിക്ക് പാടിക്കൊണ്ടിരുന്നൊരു ടീം തന്നെയാണ് അവർ. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിവാദം എന്താണ് വിവാദം? വിവാദത്തിലായ പാട്ടും കൂടെ നമുക്കൊന്ന് കേൾക്കാം, കേട്ടിട്ട് വരാം. അപ്പോഴേ അറിയാമല്ലോ ബാക്കി കാര്യങ്ങൾ. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തന്ന അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് ദേശവിളക്ക്. അപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. ഇപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ ഒക്കെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാനല്ലേ. അപ്പോൾ ഇതാണ് വിവാദമായ ആ സോങ്. കാരണം ഈ ഭജന ട്രൂപ്പിൻ്റെ അവരെ തന്നെ നാട്ടിൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ വേദിയിൽ
ഈ ക്ഷേത്രത്തിൻ്റെ വേദിയിൽ ക്രിസ്തീയ ഭജനയ്ക്കിടയിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്നതാണ് പ്രശ്നം. അപ്പോൾ ചോദിക്കാം, ക്ഷേത്രമല്ലേ, ക്ഷേത്രത്തിൽ എന്തിനാ ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവാം. അതിനുള്ള കാരണം, ഇപ്പം അവർ തന്നെ പാട്ട് പാടുന്നതിന് മുന്നേ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നതാണ് ഇത്, നമ്മളൊരു പാട്ട് കൊടുക്കാം, അവരൊക്കെ ഒരു സന്തോഷം, അവരെ പാട്ട് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ മത സൗഹാർദ്ദമാണ് നമ്മുടെ നാടെന്ന് നായ്ക്ക് നാരായണവട്ടം എല്ലാവരും പറയുന്നൊരു കാര്യമില്ലേ, മതസൗഹാർദ്ദം. നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ കാണാറുണ്ടല്ലോ, ക്ഷേത്രങ്ങളുടെ ഉത്സവം വരുമ്പോൾ മുസ്ലിം പള്ളിയുടെ ഘോഷയാത്ര വരുന്ന സമയത്ത് മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലും അല്ലെങ്കിൽ അവരിലുള്ള ആൾക്കാരും ഒക്കെ വെള്ളങ്ങൾ കൊടുക്കുന്നു, ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ സ്വീകരണങ്ങൾ ഒരുക്കുന്നു, ദീപങ്ങൾ തെളിയിക്കുന്നു. ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും ഉത്സവങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുന്ന എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നാട്ടിൽ. അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത് എങ്ങനെയാണെങ്കിൽ ഇല്ലേ. അതുപോലെ തന്നെ ക്രിസ്തീയ ദേവാലയങ്ങളുടെ ഈ ഉത്സവങ്ങൾ, അവരുടെ ഉത്സവങ്ങൾ വരുമല്ലോ, കാർണിവലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പുറത്ത് സ്റ്റേജിലൊക്കെ, അവരെ കാമ്പൗണ്ടിലാണല്ലോ ആ സ്റ്റേജൊക്കെ വരുന്നത്, സ്റ്റേജിലൊക്കെ ഈ ഗാനമേളയ്ക്കും അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ അവിടെ പാടുന്നുണ്ടല്ലോ ഹിന്ദു ഗാനങ്ങൾ. ഇപ്പം തന്നെ ഇടയ്ക്ക് ഞാൻ ഒരു പാട്ട് കേട്ടിരുന്നു, പള്ളിക്കെട്ട് എന്നുള്ള ശബരിമലയ്ക്ക് എന്നുള്ള പാട്ട്, ക്രിസ്ത്യൻ ദേവാലയത്തിലാണത് കേട്ടത്. അതുപോലെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. മതസൗഹാർദ്ദങ്ങൾ ഊട്ടി ഉറപ്പിച്ച് പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇതെന്താ ഇത്ര വിവാദത്തിലെത്തിക്കാൻ കാര്യം? അപ്പം ഇത് ഹിന്ദുവാണ് ഈ ഗായകരെ പറ്റി പറയുന്നത്. ഈ ഗായകരെ പറ്റി പറയുന്ന അവരെല്ലാവരും സംഘികളാണെന്നാണ് ഞാൻ ചോദിക്കട്ടെ. എൻ്റെ അറിവിൽ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അറിവിൻ്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇവരിങ്ങനെ നമ്മൾ സംഘികളാണ്, നമ്മൾ BJP-ക്കാരാണ്, അല്ലെങ്കിൽ RSS-കാരാണ്, ഹിന്ദു ഐക്യവേദിയിലെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളങ്ങനെ പാടൂ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ കേട്ടിട്ടില്ല. അപ്പോഴങ്ങനെ അത് അവർ തന്നെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ഈ വിവാദത്തിലായതിനു ശേഷം അതിനെ ആരും അത് പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അവർ പറഞ്ഞ പോസ്റ്റർ ഞാനവിടെ വയ്ക്കാം, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അതും ഈ ക്ഷേത്രത്തിൽ, ഈ വിവാദം നടന്ന സ്ഥലത്തും ഈ ക്രിസ്ത്യൻ ദേവാലയത്തിലെ ഈ ക്ഷേത്രത്തിലൊരു വിളക്ക് പരിപാടിയുണ്ട്. ആ സമയത്ത് ഈ ക്രിസ്ത്യൻ ദേവാലയത്തിലും വിളക്ക് തെളിയിപ്പിക്കുമെന്നാണ് പറയുന്നത്, ഈ ക്ഷേത്രത്തിന് വേണ്ടി. ക്ഷേത്രയുടെ സമയങ്ങളിലൊക്കെ വിളക്ക് തെളിയിച്ച് ആ ആചാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഈ പരിപാടി നടക്കുന്ന സമയത്ത് പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ക്രിസ്തീയ ദേവാലയത്തിലെ പാർക്കിങ്ങിലാണ്. അതിനകത്താണ് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്, ആൾക്കാരൊക്കെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതെല്ലാം അവിടെയാണ്. ഇതൊന്നും ഒരു കാരണമല്ല എന്ന് പറയാം. പിന്നെ വേറെ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ദേവാലയത്തിനകത്ത് ഈ കുർബാന കാര്യങ്ങളൊക്കെ സമയത്ത് ഹിന്ദു പാട്ട് പാടുമോ അല്ലെങ്കിൽ മുസ്ലിം പാട്ട് പാടുമോ എന്ന് ചോദിക്കും. അതില്ല. ഇതും ക്ഷേത്രത്തിനകത്തൊന്നും കയറി ആരും പാടിയതല്ലല്ലോ. ഓരോരുത്തരെ ആരാധനാലയത്തിൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് അവരവരേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്താൽ പോരെ. പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പാടാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഭജന എന്ന് പറയുമ്പോൾ അതിപ്പം ഹിന്ദു മതത്തിൻ്റെ ഇത് ആചാരം വെച്ച് ഭജന എന്ന് പറയുന്നത് ഈ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം പാടി വന്നിരുന്നതാണ് ഭജന. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം ആ പാട്ടിൻ്റെ രീതികളൊക്കെ മാറി. പക്ഷെ ഇനി ഈ ഭജന എന്ന് പറയുന്ന അത് മാറ്റിയിട്ട് പേര് മാറ്റേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അതായത് നന്ദഗോവിന്ദം ഭജന എന്നുള്ളത് നന്ദഗോവിന്ദം ഓർക്കസ്ട്ര എന്നോ, അല്ലെങ്കിൽ ഭക്തിഗാനസുധ എന്ന് വയ്ക്കുകയോ, നന്ദഗോവിന്ദം ഭക്തിഗാനസുധ അല്ലെങ്കിൽ ഭക്തിഗാനമേള എന്ന് വയ്ക്കാം. അവിടെ ഏത് പാട്ടും പാടാം.
അങ്ങനെ അപ്പോൾ ഏത് പാട്ടും പാടാം, അവിടെ അത് പ്രശ്നം വരുന്നില്ല. പക്ഷെ ഭജന എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്ന ഒരു രീതി ഉണ്ടാവും, പണ്ട് കാലങ്ങളിലും ഇപ്പോഴും ഒക്കെ വിചാരിക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഭജന അത് ഇങ്ങനെയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി സ്തുതി പാടുന്നു, സരസ്വതി പാട്ട് പാടുന്നു, പിന്നെ അയ്യപ്പൻ്റെ പാട്ടുകൾ പാടുന്നു, ശിവൻ്റെ പാട്ടുകൾ പാടുന്നു. ഇങ്ങനെ പല പാട്ടുകളും പാടി അവസാനം മംഗളം നമ്മളെ ശബരിമല ഉറക്ക് പാട്ട് ഹരിവരാസനം പാടുന്നു. ചില സ്ഥലങ്ങളിൽ മംഗളം പാടി ഭജന അവസാനിപ്പിക്കുന്നു. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഒരു ഭജന എന്ന രൂപത്തിൽ ആൾക്കാർ ചെയ്തു വരുന്നത്. ഭജന എന്ന് പറയുന്ന രൂപത്തിൽ ചെയ്തു വരുന്നത് അങ്ങനെയാണ്. ഞാനും ഒക്കെ ഭജനയ്ക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ ചെയ്തു വരുന്ന രീതിയും അങ്ങനെയാണ്. അത് പക്ഷെ ഭജന എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഇതും നന്ദഗോവിന്ദം ഭജന എന്ന് വെക്കുമ്പോൾ ഈ കുറേ പേരെങ്കിലും പ്രതിഷേധിക്കുന്നതും പ്രവർത്തിക്കുന്നതും കൊണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അതേ സ്ഥാനത്ത് നന്ദഗോവിന്ദനം ഭക്തിഗാനസുധ അല്ലെങ്കിൽ ഭക്തിഗാനമേള അല്ലെങ്കിൽ ഓർക്കസ്ട്ര അങ്ങനെ എന്തെങ്കിലുമാണ് ഈ ഭജനയ്ക്ക് പകരം ചേർന്നിരുന്നു എങ്കിൽ ഇവർക്ക് ആർക്കും തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് വിമർശനങ്ങളൊക്കെ. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ബാക്കി നമുക്ക് ഒന്നൊരു പാട്ട് കൂടെയൊക്കെ അവരൊന്ന് കേട്ടിട്ട് വരാം. പിന്നെ അവരുടെ 25 വർഷത്തോളം ആയതാണ് ഈ ഭജന ട്രൂപ്പ്. അതിനെപ്പറ്റി പറയുന്നതൊക്കെ ഒന്ന് കണ്ടാലോ. എങ്ങനെയാണ് ശരിക്കും നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു തുടക്കം? 25 വർഷം മുന്നേ തുടങ്ങിയ സാധാരണ ഒരു ഭജൻ ഗ്രൂപ്പ്. നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്ന പോലെ ഒരു ഭജൻ ഗ്രൂപ്പ്. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ പണിക്കരേട്ടനാണ്. രാജേന്ദ്ര പണിക്കരേട്ടന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഇപ്പൊ ഹരിരാജേട്ടനും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഹരിരാജേട്ടനും ഉണ്ട് നമ്മുടെ തുടക്കം തൊട്ടേയുള്ള ആൾക്കാരിൽ. അതിനുശേഷമാണ് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഗ്രാഫ് മാറിക്കൊണ്ടിരുന്നത്. അത് ഗ്രാഫ് മാറിക്കൊണ്ടിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്നു തന്നെയാണ്. എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവീൺ കാനഡയിലാണ്. ഇപ്പൊ പ്രവീണിന്റെ കൂട്ടത്തിലാണ്. ഞാനും പ്രവീണും ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങൾ അവനെ കൊണ്ടിരുന്നു. ശ്രീലാലും പ്രവീണും ഒരുമിച്ച് പഠിച്ചാണ്. ഇവര് തമ്മിൽ കസിൻസ് ആണ്. അങ്ങനെ കുറെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധവും കണക്ഷൻസും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെ ഈ ഒരു സോൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഈ പാട്ടിൽ? തുടക്കം നമ്മൾ ചോദിച്ചു, പക്ഷെ എനിക്കറിയില്ല അല്ലേ, നമുക്കാർക്കും എങ്ങനെയാണ് സോൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി. അതായത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 25 വർഷങ്ങൾ പിന്നിട്ട ഒരു ട്രൂപ്പാണിത്. അവരുടെ അച്ഛൻ്റെ കാലത്തൊക്കെ തുടങ്ങിയ ട്രൂപ്പായിട്ടുള്ള ഭജന ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചെറിയ രീതിക്ക് ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി പാടിക്കൊണ്ടിരുന്ന ഭജന ഗ്രൂപ്പാണ്. ഞാനും അങ്ങനെയൊക്കെ ഒരു ഭജന ഗ്രൂപ്പിൽ ഭജനയിലേതായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. ഇപ്പോഴും നാട്ടിലൊക്കെ പോയി പാടാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ട്രൂപ്പായിരുന്നു. അതാണ് 25 വർഷങ്ങളായി. ഇപ്പം ഈ 25 വർഷത്തിന് ശേഷം പിന്നെ അത് പാടി അവരുടേതായ ഓരോ സ്റ്റേജുകൾ മാറി. പണ്ടത്തെ ഡോലക്കും ഗഞ്ചറയും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ വലിയ മ്യൂസിക്കും സിസ്റ്റങ്ങളും ഒക്കെ വെച്ചു വളരെ നല്ല രീതിക്ക് തന്നെ നടത്തിക്കൊണ്ടുവന്നൊരു ഭജന ട്രൂപ്പാണ്. നല്ല പാട്ടുകളാണ്. എവിടെ എൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു ഭജനയാണ് ഇവർ. അപ്പോൾ കുറേ വിവാദങ്ങളിലൊക്കെ പെടുത്തി ഇവരെ നല്ല രീതിക്ക് തളർത്താൻ നോക്കുന്നുണ്ട്, തളരുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അവരൊക്കെ ഒരു പ്രശ്നമല്ല എന്നവർ തുറന്നു പറയുന്നുണ്ട്. അവരാരും സംഖ്യകളാക്കാൻ നോക്കണ്ട എന്നും പറയുന്നുണ്ട്. നമ്മളാരും അങ്ങനെ ചെയ്ത് നോക്കി വന്നവരല്ല, നമുക്കെല്ലാവരും ഒരുപോലെയാണ് എന്ന രൂപത്തിലും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞവർ പോകുന്നുണ്ട്. എന്തായാലും നന്ദഗോപൻ ഭജൻ. അപ്പോൾ പേരൊന്ന് മാറ്റുന്നതിന് നല്ലതായിരിക്കും കേട്ടോ. നന്ദഗോവിന്ദ് ഭക്തിഗാനസുധ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം, കുറച്ചും കൂടെ സെറ്റായിരിക്കും. അപ്പോൾ എന്തായാലും ശരി, എല്ലാം നല്ല രീതിക്ക് തന്നെ വരട്ടെ. ശൂന്യാകാശത്തോട്ട് പോകാതെ താഴെ വരാൻ കഴിയട്ടെ. ഇനിയും വൻ വിജയങ്ങളിലേക്ക് കുതിക്കാൻ കഴിയട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കയറി വരും. താങ്ക് യു. ബൈ.